കോതമംഗലം MA മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് MA കോളേജ് വിദ്യാർത്ഥി മിച്ചി മാർച്ചുവിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ അക്കാദമിക പ്രശ്നങ്ങളും കോളേജിൻ്റെ കർശനമായ നിയമാവലിയും ക്രെഡിറ്റ് മാനദണ്ഡങ്ങളുമാണ് വിദ്യാർത്ഥികളെ സമരത്തിന് ഇറക്കിയത്. ഒരു വിദ്യാർത്ഥി, അതും എൻജിനീയറിംഗ് ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, അത് ആരുടെ കുഞ്ഞായാലും വളരെ സങ്കടകരമാണ്, ദയനീയമാണ്. ആ അവസാന നിമിഷത്തിൽ ആ രക്ഷിതാക്കൾക്ക് കിട്ടേണ്ട ആ വീട്ടിൻ്റെ, ആ നാടിൻ്റെ ഒരു അസറ്റായി മാറേണ്ട ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു നഷ്ടം ആ വീടിനും സമൂഹത്തിനും ഈ നാടിനുമൊക്കെ വലിയ നഷ്ടം തന്നെയാണ്. ഇവിടെ ഈ MA കോളേജ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ലോകോത്തര നിലവാരത്തിലേക്ക് കുതിക്കുന്ന ഒരു പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു സ്ഥാപനമാണ്. അവർക്ക് അവരുടേതായ നിയമാവലികളുണ്ട്, നിയമങ്ങളുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അരുണാചലിലുള്ള ഒരു വിദ്യാർത്ഥി, അരുണാചൽ പ്രദേശത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ഈ മരിച്ച മിച്ചി മാർപ്യൂ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി അരുണാചലിലെ നിന്നും ഇവിടെ പഠിക്കാൻ വന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നുണ്ട്. കാരണം ഈ കോളേജിൻ്റെ ക്രെഡിറ്റ് കണ്ടിട്ട് തന്നെയാണ്, അതിൻ്റെ വാല്യൂ കണ്ടിട്ട് തന്നെയാണ്. അവർ ആ വാല്യൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അവരുടെ നിയമാവലികളിലും അവരുടെ അഡ്മിനിസ്ട്രേഷനിലും, ഈവൻ വിദ്യാർത്ഥികളുടെ ഈ മാർക്ക് സ്കോറിംഗ് ക്രെഡിറ്റ് അത് അവർ കർശനമായിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ ക്രെഡിറ്റ് വാല്യൂ 22 ആയിട്ട് അവർ നിജപ്പെടുത്തി വളരെ ശക്തമായി അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കോളേജാണ്. മറ്റുള്ള കോളേജുകളൊക്കെ 15-16 ലെവലിൽ വന്നാലും പരീക്ഷ എഴുതി പുറത്ത് കിടക്കാം, എൻജിനീയറിംഗ് കയ്യിൽ കിട്ടും. പക്ഷേ ഈ MA കോളേജിൽ പഠിച്ച് എൻജിനീയറിംഗ് കഴിഞ്ഞ് വരുന്നവർക്ക് അവിടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ തന്നെയുണ്ട്, ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും. പല ഇൻ്റർനാഷണൽ കമ്പനികളൊക്കെ വളരെയധികം വാല്യൂ കൊടുക്കുന്ന ഒരു കോളേജ് തന്നെയാണ് MA കോളേജ്. ആ വാല്യൂ അവിടെ ഉണ്ടാക്കി തീർക്കുന്നത് ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. അത് മാനേജ്മെൻറ്റിൻ്റെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള തീരുമാനം തന്നെയാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ. പക്ഷേ ഒരു 10% കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ നിയമാവലി വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ പരീക്ഷയിൽ ഈ സ്കോറിലെത്താതെ വരുമ്പോൾ വീണ്ടും സ്റ്റേ എക്സാം എഴുതണം. ഈ സ്റ്റേ എക്സാമിന് വീണ്ടും പരീക്ഷാ ഫീസ് അടയ്ക്കണം. ആ പരീക്ഷാ ഫീസ് അടച്ച് ഈ സ്കോറിലേക്ക് എത്തിയാലാണ് അത് ആ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. ഇതിൻ്റെ മുന്നേയും അതേ കോളേജിൽ ഇതുപോലുള്ള ആത്മഹത്യ അറ്റംപ്റ്റുകളും മറ്റും ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ആ കോളേജിൻ്റെ നിയമാവലി, ആ കോളേജിൻ്റെ പേര് കേട്ട് അവിടെ അഡ്മിഷൻ എടുത്ത ഈ രക്ഷിതാക്കൾ തന്നെ അത് മനസ്സിലാക്കണം. അവിടുത്തെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ അവിടെ പഠിക്കാൻ പറ്റുള്ളൂ. ഈ കോളേജ് മാനേജ്മെൻറ്റ് തന്നെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് സ്റ്റേ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വീണ്ടും വീണ്ടും തോൽവി തന്നെ വരുന്നുണ്ടെങ്കിൽ അവർ തന്നെ രക്ഷിതാക്കളെ വിളിച്ച് അവരെ, ആ കുഞ്ഞുങ്ങളെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ വരെ TC വാങ്ങിപ്പോവാൻ അവർ കമ്പൽ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് ആ കോളേജിൻ്റെ സ്റ്റാൻഡേർഡ് പിടിച്ചു നിർത്താൻ വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്ന ഒരു കോളേജാണ്. ഇവിടെ ഒരു തമാശയുണ്ട്. ഈ കോളേജിൻ്റെ ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി
ജോജി എം ജോൺ അതിൽ ഇടപെട്ടിരുന്നു, അതിൻ്റെ ചർച്ചയിൽ പോയിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായപ്പോൾ ഒരക്ഷരമുണ്ടാകാതെ അദ്ദേഹം പോയി. എന്തുകൊണ്ട്? ജന്തർ മന്ദറിൽ സമരം പിടിക്കാൻ പോയ മന്ത്രിയാണ്. കേരളത്തിലെ മന്ത്രിസഭയിലെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളുടെ സമരത്തിൽ പോയി ആ കേന്ദ്രമന്ത്രിയെ രാജിവെപ്പിക്കാൻ പോയ മന്ത്രിയാണ്. ഈ വിഷയത്തിൽ ആ മാനേജ്മെൻറ്റും വിദ്യാർത്ഥികളുമായി സംസാരിച്ച് തല താഴ്ത്തി മുണ്ടാതെ അവിടുന്ന് മുങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കുള്ളത്. ഇതുതന്നെയാണ് ഈ വിദ്യാഭ്യാസ മേഖല ഇത്രയും മോശമാകാൻ ഇടയാക്കിയ സന്ദർഭം എന്ന് തന്നെ പറയാം. നോക്കൂ, ഒരു 40-50 കൊല്ലം മുന്നേയുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ആരാണിതിൻ്റെ ഉത്തരവാദി? ഇതിനൊക്കെ ഉത്തരം പ്രത്യേകിച്ച് കേരളത്തിൽ ഈ മാറി മാറി വരിച്ചവർ തന്നെ പറയണം. ഇപ്പോൾ MA കോളേജിൽ ഈ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നു, പരീക്ഷ വീണ്ടും നടത്തി. നീറ്റ് പേപ്പർ പരീക്ഷ 10 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 15 കൊല്ലം മുന്നേ അത് തുടങ്ങിയ സമയത്തും ചോർന്നിട്ടുണ്ട്, പരീക്ഷ പോലും നടത്തിയിട്ടില്ല. അന്നും ആത്മഹത്യകളൊക്കെ നടന്നിട്ടുണ്ട്. ഈ പരീക്ഷ റദ്ദാക്കുമ്പോഴും പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴൊക്കെ. അന്നൊന്നും ഇവിടെ ഇതുപോലെ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രതിഷേധം തന്നെയാണ് ജന്തർ മന്ദർ ഇപ്പോഴും ഉണ്ടായത്. ഒരു 35 ആളെ വെച്ച് ഈ കോക്രോച്ച് പാർട്ടി ഒരു സത്യാഗ്രഹം ഇരുന്നു എന്നല്ലാതെ. പക്ഷേ അതിവിടുത്തെ രാഷ്ട്രീയക്കാർ എടുത്തു കളിക്കാൻ നോക്കി. രാജ്യദ്രോഹികൾ അതിൻ്റെ പിന്നിൽ കൂടി, തീവ്രവാദികൾ, ജിഹാദികൾ അത് മുതലാക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അത് വലിയ സംഭവമായിട്ട് മാറുന്നത്. ഒരു കാര്യം ഓർക്കണം, മറക്കുകയല്ല, ഓർക്കണം. വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടായിരിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ മാത്രം കൈകാര്യം ചെയ്യാനായി അവരെ മുന്നിലിറക്കി അതിൻ്റെ പിന്നിലിരുന്ന് ആ പ്രശ്നമല്ല അവിടുത്തെ പ്രശ്നം വേറെയാക്കി മാറ്റുന്നതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ദ്രോഹം. ഞാൻ ഇനി MA കോളേജിലെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇവിടെ ഈ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി മാനേജ്മെൻറ്റിനെതിരെയായിട്ട് വി വാണ്ട് ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഗരാവോ ചെയ്യുന്നു. മാനേജ്മെൻറ്റിലെ ആൾക്കാർ വരുമ്പോൾ തടുക്കുന്നു. പോലീസ് വളരെ ആശങ്കാതുലരായി, വളരെ എന്താ പറയില്ലേ, അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അവരുടെ ഡ്യൂട്ടിക്ക് അവരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ അവിടെ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ED ഉദ്യോഗസ്ഥരെ ഇവിടെ കാറിൽ തല്ലി ചതച്ച് വിട്ട നാടാണ്. അപ്പോൾ എന്തും ഇവിടെ സംഭവിക്കാം. പക്ഷെ ഞാൻ ഈ കുഞ്ഞുങ്ങളോട്, ഈ വിദ്യാർത്ഥികളോട് ഒരൊറ്റ ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളിൽപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ആ മാനേജ്മെൻറ്റിൻ്റെ നിയമാവലി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ അവിടെ കൊണ്ടുപോയി ചേർത്തത്. നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് കെട്ടിത്തിരിയരുത്, വേഗം സ്ഥലം വിടുക. മാനേജ്മെൻറ്റ് ഒരിക്കലും അവരുടെ ക്വാളിറ്റി കുറയ്ക്കാൻ തയ്യാറല്ല. കാരണം അവരുടെ ക്വാളിറ്റിയാണ് ആ കോളേജിൻ്റെ പേര്. അപ്പോൾ നമുക്ക് 1-2 പ്രാവശ്യം ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് പറ്റില്ലെങ്കിൽ ആ പരിപാടി നിർത്തി അവിടെ നിന്ന് TC വാങ്ങി വേറെ സ്ഥലത്തേക്ക് പോവുക. അല്ലാതെ ആ സാഹചര്യങ്ങൾ വെച്ച് വീട്ടിലിതൊന്നും തുറന്നു പറയാതെ വീട്ടുകാരുടെ മുന്നിൽ കള്ളക്കളി കളിച്ച് ഇത് പുറത്താവുമെന്ന് വരുന്ന ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു കയറിൽ കെട്ടി തൂങ്ങിയിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിന് ഇതല്ല മാതൃക കാണിക്കേണ്ടത്. ആത്മഹത്യ ഒന്നിനും ഒരു പ്രതിവിധി അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അതാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതിനെ തരണം ചെയ്യലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണെങ്കിൽ ആ എൻജിനീയറിംഗ് ഡിഗ്രി, അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുകയാണെങ്കിൽ ആ ഡോക്ടർ ഡിഗ്രി. അതായത് ജീവിതത്തിൽ വരുന്ന ഓരോ വ്യത്യസ്ത തരണങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക, അത് വിജയത്തിലേക്ക് എത്തിക്കുക. അത് തന്നെ ആണ് അവിടുത്തെ ഡിഗ്രി. അല്ലാതെ ഈ ക്രെഡിറ്റ് സ്കോർ അത് ആ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ കൂട്ടാൻ വേണ്ടി മാനേജ്മെൻറ്റ് നിഷ്കർഷിക്കുന്ന ഒരു നിയമമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കോളേജിൽ പോയത്.
അപ്പോൾ നമ്മൾ അത് എത്തില്ല എന്ന് പറഞ്ഞ് വി വാണ്ട് ജസ്റ്റിസ് പറഞ്ഞ് നിങ്ങളിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാൽ അവിടുന്ന് പോകും. അടുത്ത കുട്ടികൾ ഇതിലും സ്ട്രോങ് ആയിട്ട് മാനേജ്മെൻറ്റ് പുതിയ നിയമം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. പണ്ട് നമ്മൾ കണ്ടതാണ് നെഹ്റു കോളേജിൽ ഇടിമുറി എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം ചാനൽ ചർച്ചകൾ നടത്തിയത്. ആ നെഹ്റു കോളേജിൻ്റെ ഓണറേനെ പച്ചത്തെറി പറയുന്ന നേതാക്കളെ നമ്മളിവിടെ കണ്ടു. അതിലൊരു നേതാവ് ഗതി കിട്ടാതെ നടക്കുന്നുണ്ട്. മറ്റേ നേതാവ് ചുളിവിൽ പാർട്ടിയുടെ ഷുഗർ സീറ്റിൽ കയറി MLA-യുമായിട്ടുണ്ട്. എന്താ അമ്മാനൊക്കെ ടി വിയിൽ നമ്മൾ കേട്ടതല്ലേ. ഒരു പൊടി പയ്യൻ ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിൻ്റെ MD-യെ എടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണത് ആലോചിച്ച് നോക്കിയേ, അവൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ്. എന്നിട്ട് ഇവിടുത്തെ ജനം അവനെ MLA ആക്കി കൊണ്ടു നടക്കുന്നു. ഇതാണ് കേരളം. ഞാൻ ഈ വിദ്യാർത്ഥികളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ചെറിയ സത്യാഗ്രഹം നടക്കും, നിങ്ങളുടെ പിന്നിൽ ഇവർ കൂടുന്നു. നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ സമരം ചെയ്യാറുണ്ടോ? കുറേ കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഇപ്പോൾ 2 കൊല്ലം മുന്നേ നിങ്ങളുടെ ഇടയിലുള്ള ഒരു വിദ്യാർത്ഥി, നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി, നല്ല കഴിവുള്ള വിദ്യാർത്ഥി, കലയായാലും കായികമായാലും പഠനത്തിലായാലും മുന്നിൽ നിൽക്കുന്ന നല്ല പേഴ്സണാലിറ്റിയിലുള്ള ഒരു വിദ്യാർത്ഥി വയനാട് കോളേജിൽ നിങ്ങൾ തന്നെ അവനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. നിങ്ങൾ വി വാണ്ട് ജസ്റ്റിസ് എന്ന് പറഞ്ഞ് റോട്ടിൽ ഇറങ്ങിയോ? എവിടെ പോയി നിങ്ങളുടെ ഈ കൂട്ടായ്മ? ഒരാളെയും കണ്ടില്ലല്ലോ. സർക്കാർ, അന്ന് ഭരിച്ച സർക്കാർ എന്തൊക്കെയോ തട്ടിപ്പ് നടത്തി ഒരു 4-5 പിള്ളേരെ അറസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെ വെച്ചു. അവനൊക്കെ സുഖമായി പരീക്ഷ എഴുതി കോഴ്സും കഴിഞ്ഞ് പോയി. ഇനി അവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവന് കൊടുക്കും അതിൻ്റെ പണി. ഇത് തന്നെയല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിങ്ങളുടെ ഒരു സഹോദരിയെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു, ഒപ്പം പഠിക്കുന്ന മറ്റുള്ള പിള്ളേർ. അത് ആ പ്രിൻസിപ്പാളുടെ തന്നെ ഒരു നെഫിയായിരുന്നു അതിലെ പ്രധാന പ്രതി. എന്തെങ്കിലും ഇവിടെ ഉണ്ടായോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കൂടി ഒത്തുചേർന്ന് അത് ഒത്തുതീർപ്പാക്കിയില്ലേ? എവിടെ പോയി നിങ്ങളുടെ വി ജസ്റ്റിസ്? നിങ്ങളെന്തേ വി ജസ്റ്റിസായിട്ട് വരാഞ്ഞ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MD-ക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്തായിരുന്നു വിഷയം? നിങ്ങളുടെ ഒപ്പമുള്ള ഒരുത്തൻ അവളെ തന്നെ പ്രേമിച്ച് പീഡിപ്പിച്ചു. ഞാൻ പറയുന്നില്ല, കാരണം പുറത്തു വരാത്ത സംഭവമാണ്. എന്തു തന്നെ അയാൾ അവളുടെ ലൈഫ് സ്പോയിൽ ചെയ്തു. അവൾ മനസ്സ് നൊന്ത് ആത്മഹത്യ ചെയ്തു. എവിടെ പോയി നിങ്ങളുടെ ജസ്റ്റിസ്? വി ജസ്റ്റിസ്, ഈ ജസ്റ്റിസ് എവിടെ പോയി? ഇനി കൊല്ലം മെഡിക്കൽ കോളേജിൽ രാത്രി സമയത്ത് അവിടെ ഒരു വിദ്യാർത്ഥിയുണ്ട്, ജൂനിയറാണ്. അവൻ കോളേജിലെ സകല പരിപാടിയിലും 1ാം സമ്മാനം വാങ്ങുന്നവനാണ്. പാട്ട്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, അങ്ങനെ പലതരം ആക്ടിവിറ്റിയിലും 1ാമൻ, പഠിത്തത്തിലും 1ാമൻ. ഇതവിടുത്തെ സീനിയർ പിള്ളേർക്ക് സഹിക്കുന്നില്ല. ഹോസ്റ്റലിൽ വെച്ച് ഇവന്മാർ വന്ന് റാഗ് ചെയ്യും. പക്ഷേ ഇവൻ ചില്ലറക്കാരനല്ല. ഇവനറിയാം രാത്രി റാഗ് ചെയ്യാൻ വരുന്നു. ഇവൻ്റെ ചില ഫ്രണ്ട്സിനെ അവൻ്റെ റൂമിൽ ഒളിപ്പിച്ചിരുത്തി. രാത്രി സമയത്ത് 11 മണിക്ക് ഈ മയക്കുമരുന്ന് അടിച്ച് റൂമിൽ വന്ന് നോക്ക് ചെയ്തു. റൂം തുറന്നു, ഇവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്തിനു പറയുന്നു? ഇവൻ്റെ ഫ്രണ്ട്സും അവനും കൂടിയിട്ട് നിരത്തി പടച്ചു. ബോധമില്ല, ശരിക്കും നിൽക്കാൻ കഴിയുന്നില്ല. ഇതൊരു വലിയ സംഭവമായിരുന്നു. പക്ഷെ പുറത്തേക്ക് പോയില്ല. എന്നെ അവിടുത്തെ PTA പ്രസിഡൻ്റ് അന്ന് വിളിച്ചു. സാറേ, എന്താ അത് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരിക്കലും വിട്ടുകൊടുക്കരുത്, ഇത് NMC-യെ അറിയിക്കണം, റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ അപ്പോഴേക്കും പ്രിൻസിപ്പാളൊക്കെ ഇടപെട്ട് ആ പ്രശ്നം അവിടെ തീർത്തു. ഇവിടെ ഇപ്പോഴും റാഗിങ് നടക്കുന്നുണ്ട് ഈ പ്രൊഫഷണൽ കോളേജുകളിൽ, പല സ്കൂളുകളിലും. ഇത് പുറത്തേക്ക് വരുന്നുണ്ടോ? ഇതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിലെ ആൺപിള്ളേർ മുഴുവൻ താടിയും മുട്ടയും അടിച്ച് നടക്കുക. അപ്പോൾ ഇതെന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഒരാൾ എന്നോട് രഹസ്യമായി പറഞ്ഞു, സാറേ അവിടെ ഭയങ്കര റാഗിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ തെളിവുണ്ടോ, കംപ്ലൈൻ്റ് ഉണ്ടോ? ഇല്ല. പേടിയാണ്, ഇത് പറയില്ല. എന്നാൽ പോലും ഇതിന് തെളിവായിട്ട് പുള്ളി പറഞ്ഞു തന്നാണ്, അവിടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ പിള്ളേർ മുഴുവൻ താടി വടിച്ച് മുടിയും മുട്ടയടിച്ചാണ് നടക്കുന്നത്. ഇത് റാഗിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 2 പ്രധാന കക്ഷികളാണുള്ളത്, കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയും CPM-ൻ്റെ. ഇവർ രണ്ടാണ് ഈ ക്യാമ്പസിൽ പിന്നെ MSF എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിലൊന്നും പെടാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയെ വിളിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഒരു വിഷയമാക്കി കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങളുടെ സംഘടനയ്ക്ക് ഈ പിള്ളേരുടെ ഇടയിൽ പേര് കിട്ടുന്നു. ഞാനൊരു ചാൻസ് കൊടുത്തു. അവരത് ഉപയോഗിക്കാൻ പോലും വന്നില്ല. കാരണം അവർക്ക് പേടി.
ഇതുപോലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പെൺകുട്ടികൾ, അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരിക്കാം, പല തരത്തിലുണ്ടായിരിക്കാം. അവിടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമായിരുന്നു. 5 പെൺകുട്ടികൾ കൂടി ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തു. വിധി വാങ്ങിയിട്ടൊന്നുമില്ല. അവിടുന്ന് ഓർഡർ വന്നു. വ്യക്തമായ വിവേചനമില്ലാത്ത തീരുമാനമെടുക്കാൻ സർക്കാരിനോട് പറഞ്ഞു കോടതി. അങ്ങനെയായിരുന്നു അന്നത്തെ കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ ഇപ്പോൾ MA കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം കഠിനമായി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ എതിരെ ഇത്തരത്തിൽ വി വാണ്ട് ജസ്റ്റിസ് കണ്ടോ? മന്ത്രി പോലും നിങ്ങളുടെ ചർച്ചയിൽ വന്ന് തലയും താറ്റിയും ഉണ്ടാതെ പോയി. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 2-3-5 പിള്ളേരും നിങ്ങളുടെ രക്ഷിതാക്കളും ആലോചിച്ച് കോടതിയിൽ പോകായിരുന്നില്ലേ? കോടതി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കായിരുന്നില്ലേ? എന്താ നിങ്ങളത് ചെയ്യാതിരുന്നത്? അപ്പം നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് പുഴുക്കുത്തുകൾ നിങ്ങൾ തന്നെ, ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ, പക്ഷേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തൂഫാൻ വന്നിട്ടുണ്ട് മയക്കുമരുന്നിനെതിരെ. ഞാൻ ഒഫീഷ്യലായി ചോദിച്ചു, എന്തുകൊണ്ട് പ്രൊഫഷണൽ കോളേജ് ഹോസ്റ്റലുകളും ഇവിടുത്തെ വിദ്യാലയങ്ങളിലെ ഹോസ്റ്റലുകളും ഇപ്പോഴും റെയ്ഡ് ചെയ്യാത്തത്? അതിന് ഉത്തരം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം നിങ്ങളാണ് ഈ രാഷ്ട്രീയ കക്ഷികളുടെ അസറ്റ്. അതായത് ഒരു വീട് പണിയുമ്പോൾ അടിത്തറ ഉണ്ടല്ലോ, അത് സ്ട്രോങ് ആയാലാണ് അത് കെട്ടിപ്പൊക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരണമെങ്കിൽ വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയം അടിച്ചു കയറ്റണം. അതിനുപയോഗിക്കുന്നതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം. അല്ലാതെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ മുന്നിൽ ഇതുണ്ടായിരിക്കുകയും ചെയ്യും. അതാണല്ലോ നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രശ്നത്തിന് ഇപ്പോൾ നിങ്ങൾ വി ജസ്റ്റിസ് എന്ന് പറഞ്ഞു വന്നപ്പോൾ സിദ്ധാർത്ഥൻ കെട്ടിത്തൂക്കിയപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ വി ജസ്റ്റിസ്? കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് നിങ്ങളുടെ സഹോദരിയെ കൂട്ടബലാത്സംഗം ചെയ്തപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ വി ജസ്റ്റിസ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MD സ്റ്റുഡൻറ്റ് ആത്മഹത്യ ചെയ്തപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ വി ജസ്റ്റിസ്? കൊല്ലം മെഡിക്കൽ കോളേജിൽ റാഗിങ്ങും വലിയ തോതിലുള്ള തല്ലുണ്ടായി. എവിടെയായിരുന്നു നിങ്ങളുടെ ജസ്റ്റിസ്? പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ രാത്രി സമയത്ത് നാട്ടുകാരുമായി കൂട്ടത്തല്ലുണ്ടായി. എന്തേ നിങ്ങളുടെ വി ജസ്റ്റിസ് അവിടെ വന്നില്ല? കാരണം അവിടെ വി ജസ്റ്റിസ് വിളിച്ചാൽ നിങ്ങൾ നാണം കൊടും നാട്ടുകാരുടെ മുന്നിൽ. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം തന്നെ ശരിയെന്ന് വരുന്ന തരത്തിലാണ് മന്ത്രി പോലും ഇടപെട്ട് തല താത്തിപ്പോയത്. ഇവിടെ കുറ്റം വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. വിദ്യാർത്ഥികൾ ഈ നാടിൻ്റെ അസറ്റാണ്. അവർക്ക് പറ്റുന്ന ഭാരമേ അവർ ഏൽക്കാൻ പാടുള്ളൂ. ഒരു കാര്യം ഓർക്കണം, മാർക്ക് കൂടിയവരും കൂടുതൽ ഇൻ്റലിജൻ്റായ വിദ്യാർത്ഥികൾ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പോകും. അത് കഴിഞ്ഞുള്ള കുട്ടികളാണ് ഈ സ്വാശ്രയ പ്രൈവറ്റ് കോളേജുകളിലും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്കും എത്തുന്നത്. ഒരിക്കലും ആ വിദ്യാർത്ഥികളെ ഈ വിദ്യാർത്ഥികളുമായി കമ്പയർ ചെയ്യാനേ പറ്റില്ല. ആ ബുദ്ധി ഈ കുട്ടികൾക്കില്ല. സമൂഹത്തിൽ അത് ക്ലിയർ പിക്ചറാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് മേഖലയിൽ വന്ന് ഏതെങ്കിലും ഹൈ മാർക്ക് കൂട്ടിയ ഒരു വിദ്യാർത്ഥി ഈ MA കോളേജിൽ പഠിക്കാൻ ചേർന്നിട്ടുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കാം. അപ്പോൾ മാർക്കും ബുദ്ധിയും കുറഞ്ഞവരെ കൊണ്ട് വലിയ കല്ലെടുപ്പിക്കുകയാണ് മാനേജ്മെൻറ്റ്. അത് അവരുടെ സിസ്റ്റം. അത് പറ്റില്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് അവിടെ പോയി തലവെക്കരുത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ജസ്റ്റിസ് മുഴുവനും തെറ്റാണ്. നിങ്ങളുടെ ശരിയായ ജസ്റ്റിസിന് വി വാണ്ട് ജസ്റ്റിസ് എന്ന് പറഞ്ഞ് ഇന്നേ വരെ റോട്ടിൽ ഇറങ്ങിയിട്ടില്ല. രാഷ്ട്രീയക്കാരുടെ ചട്ടകമായിട്ട് ഈ നാടിനെതിരെയായി ഈ ദേശത്തിനെതിരെയായി മാത്രമാണ് നിങ്ങൾ സംഘടിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തിന് നിങ്ങൾ ആരും തന്നെ ഒന്നിച്ചു നിന്ന് വി ജസ്റ്റിസ് ഇന്നേ വരെ വിളിച്ചിട്ടില്ല എന്നതാണ് ദുഃഖകരമായ സത്യം. ശക്തമായ മാനേജ്മെൻറ്റുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടിമുറിയുണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായി സമരങ്ങൾ ചെയ്യുക. ഇപ്പോൾ നീറ്റ് പരീക്ഷയ്ക്ക് എന്താ സമരം? അത്തരത്തിലുള്ള സമരങ്ങളിൽ നിന്ന് പിന്മാറി നിങ്ങളുടെ ഉള്ളിലുള്ള സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളുള്ളൂ. അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ ജസ്റ്റിസുമായി ഇറങ്ങേണ്ടത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു.